കലക്കും തൃശ്ശൂരിലേക്ക് തിരികെ എത്തുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൈക്കും സൈഡിൽ 2 മൈക്കും കണ്ട് പ്രേക്ഷകർ പേടിക്കേണ്ട. ഞാനല്ല പെർഫോം ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു തരാൻ, മോണോആക്ട് പെർഫോം ചെയ്തു തരാൻ അൻസിക, കമോൺ. പേര് പറഞ്ഞു, ഏതാ സ്കൂള്, ഏതാ സ്ഥലം, ഏതാ നാട്, പറഞ്ഞോളൂ. GHSS പന്തലായനി കൊയിലാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ. എടാ, നമ്മൾ കോഴിക്കോട്ടുകാരെ 2ാം സ്ഥാനത്താ പോയിന്റ് നിലയിൽ. നമ്മൾ തിരിച്ചു പിടിക്കോ കപ്പ്? തീർച്ചയായും നമ്മളെ കോഴിക്കോട് ജയിക്കും. കോഴിക്കോടിന്റെ തനത് കുറെ ഐറ്റംസ് വരാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ അരങ്ങിലെത്താനുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പിടിക്കും അല്ലേ? കപ്പും കൊണ്ടേ ഇവിടുന്ന് തൃശ്ശൂരിൽ പോകുള്ളൂ. അതെ. അപ്പോൾ മോണോആക്ട് ആയിരുന്നു പെർഫോമൻസ് ഇത്തവണത്തേത്. കലോത്സവങ്ങളിലെ സ്ഥിരം അതിഥിയാണ്, താരമാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തൊക്കെയായിരുന്നു മത്സരങ്ങളാ? മോണോആക്ട് മാത്രമേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ? മോണോആക്ട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്ലോരട്ടെ, മോണോആക്ടിലെ അതിഗംഭീര പെർഫോമൻസ്. പിടിക്കുന്നതിന് മുമ്പ് വേട്ടക്കാരൻ ഇരയെ നോക്കി എറിയുന്ന പുഞ്ചിരിക്കും കരുണ എന്ന അർത്ഥമുണ്ടോ? മധുരയിൽ വാസവദത്ത എന്നൊരു വേശ്യയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞ കരുണയുടെ കഥ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഒരു വാസവദത്തയുണ്ടായിരുന്നു. കളങ്കമെന്തെന്ന് കലവ് പോലും കണ്ടിട്ടില്ലാത്ത 13 വയസ്സുകാരി. അതിന്റെ തലയില് ഒരു താതനം കത്തുന്നത് കണ്ടാ കണ്ടാ? ഓ, പിന്നെ മിണ്ടാടുക്കുന്നുണ്ടോ? ഞാനാ രാജന്റെ മരത്തിലെ പൂങ്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. ഇനി മിണ്ടല്ല, പറഞ്ഞേക്കാം. കുട്ടിയെ കണ്ടെടുത്ത് കാണില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നോട് പറഞ്ഞത് മറന്നുപോയോ? കേട്ട ഭാവില്ലല്ലോ നിനക്ക്. വേഗം പോയി ഒരുങ്ങി പുറപ്പെടുമോളെ. താരത്തിലെ രാജരഥം മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേനെ? ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല. പോയിട്ട് എത്ര നേരമായി? അവളെ കണ്ടു, മറുമൊഴിയും വന്നു. സമയമായില്ല പോലും, സമയമായില്ല. അത്രേ വെച്ച് പുറച്ച് തിന്നിരസിക്കാനുള്ള തുറയോടെ തുളച്ചു കയറുന്ന മെഴുമറകളെ തോട്ടം കൊണ്ട് പോലും എന്നെ അശുദ്ധമാക്കാത്ത ആ ഒരു പുരുഷനോട് എനിക്കെന്നും സ്നേഹവും ആരാധനയുമായിരുന്നു. അവനൊരു ഭിക്ഷുവായാലും പിച്ചക്കാരനായാലും ഒരിക്കലും ഈ ശയ്യാകാരത്തിന്റെ വാതിൽ ഒരു പുരുഷന് വേണ്ടി തുറക്കില്ല. നാളെ വരാൻ പറഞ്ഞ പാണ്ഡിച്ചേട്ടിയാരോട് ഒരിക്കലും വരണ്ടെന്ന് കുറിമാനം കൊടുത്തയച്ചു. യെസ് മോളെ അൻസിക, അടിപൊളി പെർഫോമൻസാ. അപ്പോൾ എ ഗ്രേഡ് ആയിരിക്കും ഇതിനുള്ള കാര്യത്തിൽ ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സാധാരണ ഈ മോണോആക്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വിഷയം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളൊക്കെയാണ് മോണോആക്ടിൽ വിഷയങ്ങളായിട്ട് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ മോണോആക്ടിൻ്റെ വിഷയം സെലക്ഷൻ, പഠനം, പരിശീലനമൊക്കെ? എനിക്കിത് പഠിപ്പിച്ചിരുന്നത് സത്യമുദ്ര സാറാണ്. മൂപ്പരെ എടുത്തത് ഞാൻ ആദ്യം മുതലേ 6ാം ക്ലാസ് മുതലേ പഠിക്കുകയാണ്. ഇപ്പം ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വാസവദത്ത എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് മാഷിനാണ് പറഞ്ഞു തന്നത്. മാഷാണിൻ്റെ എല്ലാം. അപ്പോൾ അടിപൊളിയായി. മാഷക്കുള്ള ഒരു ഗുരുദക്ഷിണ കൂടിയായി ഈ എ ഗ്രേഡ് പെർഫോമൻസാണ്.